മൊബൈൽ ഇല്ലാതെ ഒരു കാര്യവും ഇപ്പോൾ നടക്കില്ല. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും. കൊറോണയ്ക്ക് ശേഷം അതിൻ്റെ ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്തു. പിഞ്ചു മക്കൾ ഇതിൻ്റെ ഒരു ഇരയായി മാറുകയാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ മുതൽ പഠിക്കാൻ, കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ, അസൈൻമെൻ്റ് എഴുതാൻ എല്ലാ കാര്യത്തിനും മൊബൈൽ വേണം. ഏതൊരു കാര്യവും സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയും കണ്ടെത്തുന്നതിന് വേണ്ടിയും മൊബൈൽ കൂടിയേ തീരും. ഇതിൻ്റെ ദുരുപയോഗം റീൽസുകളാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഏകദേശം 40 യൂണിവേഴ്സിറ്റികളിലെ ബുക്കുകളുടെ ഡാറ്റകൾ കളക്ട് ചെയ്യാനുള്ള ശേഷിയുണ്ട്. അത്രയും വിശാലമായ ബുദ്ധിയുള്ള മനുഷ്യൻ കേവലം 1 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള റീൽസുകളിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോഴുള്ളത്. അതിൻ്റെ വലിയ ബുദ്ധിമുട്ട് ഒന്നിലും ഒരു കൺസിസ്റ്റൻസി വരുന്നില്ല. ഒരു റീൽസിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ അവർ കാണുന്നു. വിശാലമായ നമ്മുടെ ബുദ്ധിയെ കേവലം 1 മിനിറ്റിനകത്തേക്ക് ചുരുക്കി കളയുകയാണ്. കുട്ടികളുടെ ചിന്താശേഷിയെയും സർഗാത്മക കഴിവിനെയും ഇത് നശിപ്പിക്കുകയാണ്. മൊബൈൽ അവർക്ക് കൊടുക്കാതിരിക്കൽ ഒരിക്കലും ഇതിനൊരു പരിഹാരമല്ല. അവരുടെ മൊബൈലിൻ്റെ ലഭ്യത നിജപ്പെടുത്തുക, മൊബൈൽ കളിക്കാവുന്ന കുറച്ച് സമയം നിശ്ചയിക്കുക. ആ സമയത്ത് തന്നെ പരമാവധി റീൽസുകൾ ഒഴിവാക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കുക. മറ്റുള്ള സമയത്ത് അവർക്ക് ഓഫ്ലൈൻ ഗെയിമുകളോ എന്തെങ്കിലും അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ പരിശീലിപ്പിക്കുക. മൊബൈൽ പരമാവധി ഒരു പഠന വസ്തു മാത്രമായി കണ്ട് അതിനെ ആവശ്യം കഴിഞ്ഞാൽ മാറ്റിവെക്കാൻ അവരെ പ്രേരിപ്പിക്കുക. മാതാപിതാക്കളും മക്കളുടെ മുന്നിൽ വെച്ച് പരമാവധി വീഡിയോകളും റീൽസുകളും കാണുന്നത് ഒഴിവാക്കുക. നാം അവരുടെ വഴികാട്ടിയാണ്, നമ്മെ കണ്ടാണ് അവരും വളരുന്നത്. മക്കളുടെ ബുദ്ധി കൂർമ്മതയ്ക്കും ചിന്താശേഷിക്കും ബുദ്ധി വളർച്ചയ്ക്കും ഇത് വളരെയേറെ ഗുണം ചെയ്യും.